ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ യൂണിവേഴ്സിന് ഒരു ലെറ്റർ എഴുതുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിൻ്റെ 4ാമത്തെ ദിവസമാണിന്ന്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നമുക്ക് 3 കാര്യങ്ങൾ യൂണിവേഴ്സിന് എഴുതാം, സമർപ്പിക്കാം. 21 പ്രാവശ്യമാണ് നമ്മൾ ഇത് എഴുതി വെക്കേണ്ടത് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം എഴുതി കാണിച്ചു തരികയാണ്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഞാനും കൂടെയുണ്ട്. നമുക്ക് എഴുതാം. ഒരു സ്റ്റാർ ഇടാം. ജയം എന്നുള്ളത് അല്ലേ, ജയം എന്നുള്ളത് മറ്റുള്ളവരെ ജയിക്കാനുള്ളതല്ല. ജയം എന്നുള്ളത് മറ്റുള്ളവരെ ജയിക്കാൻ ഉള്ളതല്ല, മറിച്ച് എന്താണ് വേണ്ടത്? സ്വയം ജയിക്കാനുള്ളതാണ്. എനിക്കത് മനസ്സിലാക്കിയത് എന്താണ്? പ്രപഞ്ചമാണ്. എനിക്ക് അത് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ലാസ്റ്റ് നമുക്ക് എഴുതാം. നെക്സ്റ്റ് സ്റ്റാർ ഇടാം. ഇനി എന്താണ്? ഞാൻ ശക്തനാണ് അല്ലെങ്കിൽ ധീരനാണ് എന്ന് എഴുതാം. ഞാൻ ധീരനാണ് അല്ലെങ്കിൽ ധീരയാണ്. ഓക്കെ, ഇനി എന്താണ് പറയേണ്ടത്? എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും, ധീരൻ ആയിട്ടിരുന്നാൽ മാത്രമേ എന്ത് പ്രതികൂല സാഹചര്യം നമ്മളിലേക്ക് വന്നാലും നമുക്ക് പ്രപഞ്ചശക്തി കൂടുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ എന്താ എഴുതണ്ടേ? ഞാൻ ധീരനാണ്. എന്ത് പ്രതികൂല സാഹചര്യം എന്നിലേക്ക് വന്നാലും, എന്ത് പ്രതികൂല സാഹചര്യം എന്നിലേക്ക് വന്നാലും ഞാൻ സന്തോഷിക്കുന്നു. എന്തിനാ ഞാൻ സന്തോഷിക്കുന്നേ? പ്രപഞ്ചശക്തി എന്നെ സന്തോഷിപ്പിക്കുന്നതുകൊണ്ടാണ്. പ്രപഞ്ചശക്തി എന്നെ സന്തോഷിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചശക്തി നമ്മളെ സന്തോഷിപ്പിക്കുന്നത്? നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് പ്രോഗ്രസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളിൽ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, നമ്മളത് അറിയുന്നില്ല എന്നുള്ളൂ. അത് നമ്മൾ അറിയണം. അതിനാണ് താങ്ക് യു പറയേണ്ടത്. ഇനി 3ാമത്തെ ഒരു സ്റ്റാർ ഇട്ടു. അടുത്ത പോയിന്റിലേക്ക് പോവാണ്. പരീക്ഷണങ്ങളാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓരോരോ പരീക്ഷണങ്ങളാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ നേരിടാൻ ശക്തമായ മനസ്സോടെ, എനിക്ക് ശക്തമായ മനസ്സ് വേണം അല്ലേ? എന്നാലേ പരീക്ഷണങ്ങൾ എനിക്ക് നേരിടാൻ പറ്റുള്ളൂ. പരീക്ഷണങ്ങൾ നേരിടാൻ ശക്തമായ മനസ്സോടെ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. എങ്ങനെയാണ് ആ ഒരു ശക്തമായ മനസ്സെനിക്ക് ലഭിക്കുക? ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രപഞ്ചമാണ് അപ്പോൾ എന്നെ ശക്തനാക്കുന്നത്. പ്രപഞ്ചം എന്നെ ശക്തനാക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയേണ്ടത്? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ എഴുതാം. കാണുന്നുണ്ടോ?
ഓക്കെ, ഇന്നത്തെ 3 കാര്യമാണ്. ജയം എന്നുള്ളത് മറ്റുള്ളവരെ ജയിക്കാനുള്ളതല്ല, സ്വയം ജയിക്കാനുള്ളതാണ്. എനിക്കത് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്നാണ് പറയേണ്ടത്. ഞാൻ ധീരനാണ് അല്ലെങ്കിൽ ശക്തനാണ്. എന്ത് പ്രതികൂല സാഹചര്യം എന്നിലേക്ക് വന്നാലും ഞാൻ സന്തോഷിക്കുന്നു. പ്രപഞ്ചശക്തി എന്നെ സന്തോഷിപ്പിക്കുന്നു. അതിൽ ഞാൻ താങ്ക് യു പറയുന്നു. പരീക്ഷണങ്ങൾ നേരിടാൻ ശക്തമായ മനസ്സോടെ ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രപഞ്ചം എന്നെ ശക്തനാക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഇപ്പം 4ാമത്തെ ദിവസത്തെ ലെറ്ററാണ്. അത്ഭുതം തന്നെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. 21 പ്രാവശ്യമാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഓരോ ദിവസവും 3 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് തന്നാൽ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് കുഞ്ഞു കുഞ്ഞിയെ ചെറിയ വാക്കുകളായിട്ട് തരുന്നത്. 21 തവണ നമ്മൾ എഴുതണ്ടേ, 21 പ്രാവശ്യം എഴുതണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് അവിടെ ആവശ്യം. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് തന്നെയാണ് ആവശ്യം. കാർഡ്സ് എടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്കായിട്ടുള്ള ഡിവൈൻ മെസ്സേജ് എന്തെന്ന് നോക്കുകയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് നിങ്ങളിലേക്ക് ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്. സാധിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം ആകുമ്പോഴേക്കും സാധിച്ചവരുണ്ട്. കാരണം ഒത്തിരി നാളായിട്ട് നമ്മൾ റീഡിങ് കാണുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രയർ തന്നെ ആയിരിക്കാം ഇവിടെ യൂണിവേഴ്സ് അവർ ബ്ലെസ്സിങ്സ് കൊടുക്കുന്നത് കേട്ടോ. 8 ഓഫ് കപ്സ് കാർഡ് റിവേഴ്സ് ആണ്. 3 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ചാരിയറ്റ്, Nine of Wands, Sun. പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് സൺ കാർഡ് കിട്ടിയിട്ടുള്ളത്. ഹെർമിറ്റ്, ഏസ് ഓഫ് കപ്സ്. നമുക്ക് എത്ര കാർഡ് എടുത്താൽ മതി? 7 കാർഡ് മതി. കഴിഞ്ഞ ദിവസം ഒരു കാർഡ് കയറി വന്നു. അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. യൂണിവേഴ്സിന് നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവാം. സമയം എന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും വിലപ്പെട്ടതാണ്. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ കാർഡ്സിൻ്റെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. 8 ഓഫ് കപ്സ് കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ്. കാണുന്നില്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. നിങ്ങളാണിവിടെ താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്നത്, നിങ്ങളുടെ പേഴ്സണിൽ നിന്നും അകലേക്ക് പോകുന്നത്. ഇവിടെ ഒരു സ്റ്റക്ക് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നിങ്ങൾ കുറേ ആയിട്ട് അവർ ചേസ് ചെയ്തു, പക്ഷേ അവർ റെസ്പോൺസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് നിങ്ങളിലേക്ക് ഒരു മാറ്റം വന്നിട്ടുള്ളത്. കറണ്ട് റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഞാൻ ഇങ്ങനെ അവരെ ചേസ് ചെയ്ത് പോയാൽ ശരിയാവില്ല, എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം, എൻ്റെ ഫ്യൂച്ചർ നോക്കണം എന്ന് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്നു. പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നു എന്നല്ല പറയുന്നേ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം, മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം. ഇവിടെ നിങ്ങളാണ് ഇപ്പോൾ അവരെ അവോയ്ഡ് ചെയ്യുന്നത്. ഒരു ബ്ലോക്ക് എനർജി നിങ്ങളിലാണ് കാണിക്കുന്നത്. നിങ്ങളാണ് താൽക്കാലികമായിട്ട് അവരെ മാറ്റി നിർത്തുന്നത്. അപ്പം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ വേദന തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളാണ് ഇപ്പോൾ അവരെ മാറ്റി നിർത്താനായിട്ട് ശ്രദ്ധിക്കുന്നത്. ആദ്യത്തെ കാർഡ് പറയുന്നു. സെക്കൻഡ് കാർഡ് 3 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് ഇവിടെ ഒരു സെലിബ്രേഷനെയാണ് കാണിക്കുന്നത്, ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ചെറിയൊരു ഗെറ്റ് ടുഗദർ, ചെറിയൊരു ഫംഗ്ഷൻ പാർട്ടി എന്നാണ് പറയുന്നത്. ഫാമിലി മെമ്പേഴ്സ് ആവാം. നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ അനുഭവിച്ച കുറച്ച് നല്ല നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ, ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ ആയിട്ടുള്ള, സിബ്ലിങ്സൊക്കെ ആയിട്ടുള്ള നല്ലൊരു നിമിഷത്തെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. ഇവിടെ കണ്ടോ, നിങ്ങൾ അത്രയേറെ സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. പ്രപഞ്ചം തന്നെ നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു നിമിഷമാണ് കാണിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വാൻഡ്സ് കാർഡ് റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഒരു സ്റ്റക്ക് എനർജി അവരിൽ ഉണ്ടാവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് അവരിലേക്ക് ഒരു സ്റ്റക്ക് എനർജി കൊണ്ടുവരുന്നത്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ അവർക്ക് ഫെയിലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അവർ ചെയ്തിട്ടുള്ള കാര്യം അവർക്ക് ഫെയിലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. തോറ്റുപോയെന്ന് മനസ്സിലാകുന്നു. തിരിച്ചറിവ് വരുമ്പോഴാണ് നിങ്ങളിലേക്ക് അവർ വരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇവിടെ അവർക്ക് തിരിച്ചറിവ് വരുമ്പോഴേക്കും നിങ്ങളിൽ മാറ്റാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, സെൽഫ് ലവ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ഗ്രേസ് അവർ കാണുന്നു. നിങ്ങളെ അവർ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവരിലേക്ക് റിഗ്രറ്റാണ് കാണിക്കുന്നത്. അവരാണ് തെറ്റ് ചെയ്തത് എന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവർ വിലപിക്കുന്നുണ്ട്, ഖേദിക്കുന്നുണ്ട്, നിങ്ങളോട് സോറി പറയുന്നുണ്ട്. മാറ്റം എന്ന് പറയുന്നത് പ്രപഞ്ചശക്തി, യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത ആ ഒരു നിമിഷം മുതലാണ് നിങ്ങളുടെ പേഴ്സണ് മാറ്റം വന്നിട്ടുള്ളത്. അതുതന്നെയാണ് ചാരിയറ്റ് പറയുന്നത്. അവർ ഫാസ്റ്റായിട്ടുള്ളൊരു എനർജിയിലേക്ക് എത്തിക്കഴിഞ്ഞു, നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചറിവ് നേടുമ്പോഴാണ് അവർ തിരിച്ചു വരുന്നത്. അവർ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നത്, നിങ്ങളിലേക്ക് തന്നെയാണ് അവർ തിരിച്ചു വരുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അതെ, 9 of Wands കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. 9 Wands ആണ് ഉള്ളത്. ഇവിടെ തടസ്സങ്ങളുണ്ട് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് കാർഡ്സ് പറയുന്നു. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ലൈഫിലെ ഫൈനൽ പുഷാണ്. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിട്ട് കൂടിയും അവർ നിങ്ങളിലേക്ക് നോക്കിയിരിക്കുകയാണ്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളിലാണ് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത്, മോട്ടിവേഷൻ ലഭിക്കുന്നത്. നിങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് തോന്നുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ലിമിറ്റേഷൻസിനെ, ആ ഒരു തടസ്സത്തെ ക്രോസ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നത്. കാരണം ആദ്യം ഈ തടസ്സം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള തടസ്സം തന്നെയാണ്. അന്നും ഇന്നും നിസ്സാരമായിട്ടുള്ള തടസ്സങ്ങൾ തന്നെയാണ്. അവരാണ് ഇവിടെ തീരുമാനമെടുക്കേണ്ടത്, ഡിസിഷൻ എടുക്കേണ്ടത്. അന്ന് അവരത് ചെയ്തിട്ടില്ല. ഈ ഒരു കാല് ഇങ്ങോട്ട് എടുത്തു വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവരൊന്ന് ഉറച്ചു നിന്നാൽ, തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇന്ന് അവർ തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ കുറച്ച് നിലപാടെടുക്കുന്നുണ്ട്. ഇവിടെയാണ് പ്രശ്നങ്ങൾ സോൾവ് ആവുന്നത്. അവരവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് വരാനായിട്ട്. ആദ്യം അവരവരെ തന്നെ ട്രസ്റ്റ് ചെയ്തിട്ടില്ല. അവർക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു അവരെ തന്നെ. ഡബിൾ മൈൻഡ് എന്ന് പറയില്ലേ. ഇപ്പോൾ നിങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കുകയാണ്. ആ ഒരു ഫയർ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്ന് തിരിച്ചറിയുകയാണ്. പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സൺ കാർഡ് കംപ്ലീഷനാണ് കാണിക്കുന്നത്. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എവിടെ ഉണ്ടായി പോവില്ല, സക്സസ് എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് അവർ വരുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെ, ആ ഒരു ജീവിതം നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുകയാണ്. ബ്രൈറ്റ് ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു, നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് ലഭിക്കുമ്പോഴാണ് അവിടെ നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അത്രയേറെ ഹാപ്പിനെസ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്, ഹെർമിറ്റിൻ്റെ എനർജിയാണ്. അവരുടെ ബിസി ലൈഫിൽ നിന്ന്, ഒരുപാട് തിരക്കുള്ളൊരു വ്യക്തിയാണ്. ആ ബിസി ലൈഫിൽ നിന്ന് താൽക്കാലികമായിട്ട് അവരൊരു ബ്രേക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ യൂണിവേഴ്സിൽ സറണ്ടർ ആവുകയാണ്. അവർ തനിച്ചാണ്, അവരുടെ മനസ്സ് തനിച്ചാണ്, ആരുമില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഹെർമിറ്റ് കാർഡ് പറയുന്നത്. ഇന്ന് സ്പിരിച്വലായിട്ടുള്ള ടീച്ചിങ് നേരിട്ടിട്ടുള്ള ആ സ്പിരിച്വലായിട്ടുള്ള ടീച്ചിങ്ങിലൂടെ അവനവൻ്റെ നിലപാട് എന്താണ്, ഞാൻ എന്താണെന്ന് തിരിച്ചറിയുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവരിലേക്ക് ഒരു ലൈറ്റ് വരുന്നുണ്ട്. അത് നിങ്ങളെന്ന വ്യക്തിയുടെ ചിന്തകൾ അവരിലേക്ക് വരുമ്പോൾ, നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പാസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുകയാണ്. നിങ്ങളാണ് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള വ്യക്തി. അവർക്ക് എന്തുകൊണ്ടും അവരുടെ ലൈഫിലേക്ക് വേണ്ടുന്ന ഒരാൾ നിങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് പ്രപഞ്ചം അവരിലേക്ക് എത്തിക്കുന്നത്. അവർ ഇപ്പോൾ തനിച്ചാണ്, ഒറ്റയ്ക്കിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ് അവർക്ക് സന്തോഷം നൽകുന്നത്. യെസ്, ഏസ് ഓഫ് കപ്സ് കാർഡ് എന്താണ്? അൺകണ്ടീഷണൽ ലവ് നിങ്ങളോട് അവർക്ക് തോന്നുന്നുണ്ട്. ഇവിടെ പൂർണ്ണമായിട്ടുള്ളൊരു സ്നേഹത്തെയാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. ന്യൂ ബിഗിനിങ് എന്നാണ് ഏസ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്.
അവർ കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ്, ഇതൊരു സോൾമേറ്റ് കണക്ഷനാണെന്ന് അവർ തിരിച്ചറിയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവരുടെ ന്യൂ ഫൗണ്ടഡ് ഇമോഷൻ എന്നാണ് പറയുന്നത്, എവേക്കനിങ് ആണ് പറയുന്നത്. അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്ക് മാത്രമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഹോപ്പ് എന്നാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ അത്രയേറെ പ്രണയ നിമിഷത്തെ, അത്രയേറെ സന്തോഷിക്കാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള ജീവിതത്തെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഒന്നും പറയാനില്ല. 4ാമത്തെ ദിവസത്തെ റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള നിമിഷത്തെയാണ് കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് മാറ്റം വന്നിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരിലേക്ക് നിങ്ങളുടെ പേഴ്സണൽ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം. നിങ്ങൾ കാണുവാനുള്ള അവസരത്തെ പ്രതീക്ഷിക്കാം. 2026 നിങ്ങൾക്കുള്ള വർഷമാണ്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം നിംസ്.